ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി ഡെബിറ്റ് ദ റിസീവർ ക്രെഡിറ്റ് ദ ഗീവർ എന്ന ഗോൾഡൻ റൂൾ നോക്കി. നമ്മൾ അതിൽ നിന്ന് റിസീവറെയും ഗിവറെയും ആ ട്രാൻസാക്ഷൻ വെച്ചിട്ട് കണ്ടുപിടിച്ചു. ഇനി ഞാൻ എന്താണ് അത് സെയിം ട്രാൻസാക്ഷൻ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിലെന്താണ് അതിലെ എമൗണ്ടിനെയും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇനി ലെഡ്ജർ ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ലെഡ്ജറിൻ്റെ ഫോർമാറ്റ് എല്ലാവർക്കും അറിയാണ്ടാവും. ആദ്യം ഡേറ്റ് വേണം, പർട്ടിക്കുലേഴ്സ് വേണം, ഡെബിറ്റ് വേണം, ക്രെഡിറ്റ് വേണം. ഓരോ ട്രാൻസാക്ഷൻ്റെ ഡേറ്റും നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കണം. 1-ാം തീയതി നടന്നത്, 2-ാം തീയതി നടന്നത്, 3-ാം തീയതി നടന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഫോം ഇവിടെ വരച്ചിട്ടുണ്ട്. ഇനി എന്താണ് നമുക്ക് വേണ്ടത്, നമ്മൾ ഇവിടെ എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള റിസീവറെയും ഗിവറെയും നമ്മൾ എന്ത് ചെയ്യണം, ഈ ഗോൾഡൻ റൂളിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ റെക്കോർഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്താണ് ഫസ്റ്റത്തെ ഗോൾഡൻ റൂളായ ഡെബിറ്റ് ദ റിസീവർ ക്രെഡിറ്റ് ദ ഗിവർ നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ റിസീവറെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഡെബിറ്റ് ചെയ്യേണ്ടത്. ആദ്യം ഡെബിറ്റാണ് ചെയ്യേണ്ടത്. അപ്പോൾ റിസീവറെ നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ഡെബിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്താണ് ആ 16,000-നെ നമ്മൾ എന്ത് ചെയ്തു, ഡെബിറ്റ് ചെയ്തു. എന്നിട്ട് റിസീവർ ആരാണെന്ന് ഇവിടെ പറഞ്ഞു കൊടുത്തു. ആരാണ് റിസീവർ? ഷാനു പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് നമ്മൾ റിസീവർ. ഇനി എന്താണ് ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു സംഭവം എഴുതണം, അക്കൗണ്ട്. ഇനി എന്താണ് ഇവിടെ പറഞ്ഞു കൊടുക്കുക, ഡെപ്റ്റർ ടു. ഇതാണ് അതിൻ്റെ ഫോർമാറ്റ്. ഇങ്ങനെ തന്നെ നിങ്ങൾ എഴുതണം. ഇനി എന്താണ് നമുക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടത് ആരെയാണ്, ഗിവറെ ക്രെഡിറ്റ് ചെയ്യണം. ആരാണ് ഇവിടെ ഗിവർ? ബാങ്ക് ആണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യേണ്ടത്. നമ്മൾ എന്ത് ചെയ്തു, അതിനെ ക്രെഡിറ്റ് ചെയ്തു. എന്നിട്ട് ആരെയാണോ നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത്, ആ ക്രെഡിറ്റ് ചെയ്യേണ്ട ആളെ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഡിഫൈൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ എന്താണ് സക്സസ്ഫുൾ ആയിട്ട് നമ്മളുടെ ഫസ്റ്റത്തെ ട്രാൻസാക്ഷൻ നമ്മളെ ലെഡ്ജറിൽ ഡെബിറ്റ് ദ റിസീവർ ക്രെഡിറ്റ് ദ ഗിവർ എന്ന ഗോൾഡൻ റൂൾ പ്രകാരം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഷാനു പ്രൈവറ്റ് ലിമിറ്റഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. അവിടെ എന്താണ് ഡെബിറ്റ് കോളത്തിലും ക്രെഡിറ്റ് കോളത്തിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതാത് സംഖ്യകളെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ഡിഫൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് എന്താണ്, ക്യാഷ് റിസീവ്ഡ് ഫ്രം റാം ₹200. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി നമുക്കിവിടെ റിസീവറെ കണ്ടിട്ടുണ്ട്. എന്താണ് റിസീവർ? ക്യാഷാണ് റിസീവർ. ഗിവർ ആരാണ്? റാമാണ്. അപ്പോൾ റിസീവറിനെ നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, റിസീവറിനെ ഡെബിറ്റ് ചെയ്യാണ്. എത്രയാണ് എമൗണ്ട്? ₹200 ആണ്. അപ്പോൾ റിസീവർ ആരാണ്? ക്യാഷാണ്. ആ ക്യാഷിനെ നമ്മളിവിടെ മെൻഷൻ ചെയ്തു. ഇനി എന്താണ് ക്യാഷ് അക്കൗണ്ട് നമ്മളെന്ത് പറഞ്ഞു, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു. ഇതാണ് അതിൻ്റെ ഫോർമാറ്റ്. അതേപോലെ തന്നെ ചെയ്യാം. ഇനി ആരിനെയാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത്? ഗിവറിനെയാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത് അല്ലേ. ഇവിടെ എന്താണ് ഗിവർ ₹200 നമ്മൾ എന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തു. ഗിവറെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ഗിവറുടെ പേര് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ എഴുതി കൊടുക്കുക, റാം എന്ന് പറയാം. അപ്പോൾ എന്താണ് രണ്ടാമത്തെ ട്രാൻസാക്ഷൻ, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു റാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്യാഷിനെ ഡെബിറ്റ് ചെയ്യുകയും റാമിനെ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്തു. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു റാം. അപ്പോൾ എന്താണ് ക്യാഷിനെ നമ്മൾ എന്ത് ചെയ്തു, ഡെബിറ്റ് ചെയ്തു. ക്രെഡിറ്റിനെ നമ്മൾ എന്ത് ചെയ്തു, റാമിനെ എന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ ഡെബിറ്റ് ദ റിസീവറെ നമ്മൾ എന്ത് ചെയ്തു, ഡെബിറ്റ് ചെയ്തു. ഗിവറെ നമ്മൾ എന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ. ഇനി അടുത്ത മൂന്നാമത്തെ ട്രാൻസാക്ഷനിലേക്ക് പോകാം. മൂന്നാമത്തെ ട്രാൻസാക്ഷൻ ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ബാങ്ക് ₹7,000. അപ്പോൾ നമ്മൾ എന്താണ് ₹7,000 ആദ്യം എന്താണ് ചെയ്യേണ്ടത്, ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. ₹7,000 നമ്മൾ എന്ത് ചെയ്തു, ഡെബിറ്റ് ചെയ്തു. എന്തിനെയാണോ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത്, റിസീവറുടെ പേര് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ എഴുതി കൊടുക്കുക. നമ്മൾ എന്ത് ചെയ്യാം, അതിനെ അക്കൗണ്ട് എന്ന് പറഞ്ഞു, ഡെപ്റ്റർ എന്ന് പറഞ്ഞു. ഇനി നമുക്ക് എന്താണ് ടൂനെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, മൂന്നാമത്തെ ട്രാൻസാക്ഷനിലെ ഗിവറായ ഈ ക്യാഷിനെ നമ്മൾ എന്ത് കൊടുക്കണം, നമ്മൾ ഇവിടെ കൊടുക്കണം. നമ്മൾ എന്ത് ചെയ്തു, നമ്മളെ ക്യാഷിനെ നമ്മൾ ഇവിടെ കൊടുത്തു. ഇനി നമ്മൾ എന്താണ് ക്യാഷിനെ നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ ക്യാഷിനെ നമ്മൾ എന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എന്താണ് ആ ട്രാൻസാക്ഷൻ അവിടെ റെക്കോർഡായി. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. അതായത് ബാങ്കിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ബാങ്ക് റിസീവറാണ്. അപ്പോൾ റിസീവറെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. ക്യാഷ് എന്താണ്, ഗിവറാണ്. ആ ഗിവറെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. ക്യാഷിന് എന്ത് ചെയ്തിട്ടുണ്ട്, ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് നാലാമത്തെ ട്രാൻസാക്ഷൻ നോക്കാം. വിഡ്രോ ₹10,000 ഫോർ പേഴ്സണൽ യൂസ് ഫ്രം ബാങ്ക്. അതിൻ്റെ റിസീവർ എന്താണ്, ഡ്രോയിങ്സ് ആണ്. ഗിവർ എന്താണ്, ബാങ്ക് ആണ്. എമൗണ്ട് എത്രയാണ്, 10,000 ആണ്. അപ്പോൾ എന്ത് ചെയ്യണം, ആദ്യം ഡെബിറ്റ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്തു, ആദ്യം ഡെബിറ്റ് ചെയ്തു. ആരെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, റിസീവറെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ റിസീവർ ആരാണ്, ഡ്രോയിങ്സ് ആണ്. ആ ഡ്രോയിങ്സിനെ നമ്മളിവിടെ ഡെബിറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് പറഞ്ഞു, അക്കൗണ്ട് ഡെപ്റ്റർ ടു. ആരെയാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത്, നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത് ആരിനെയാണ്, നമ്മളുടെ
ബാങ്കിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ക്രെഡിറ്റ് ചെയ്യേണ്ടത്. കാരണം ക്രെഡിറ്റ് ബാങ്ക് ആരാണ്, ഗിവറാണ്. ഗിവറെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു, ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. എങ്ങനെയാണ് ക്രെഡിറ്റ് ചെയ്യുക, നമ്മളെ ക്രെഡിറ്റ് ഗോളത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ എമൗണ്ട് എഴുതി കൊടുക്കുക. ഇപ്പോൾ എന്ത് ചെയ്തു, ബാങ്ക് ഗിവറായ ബാങ്കിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു, റിസീവറായ ഡ്രോയിങ്സിനെ നമ്മൾ എന്ത് ചെയ്തു, ഡെബിറ്റ് ചെയ്തു. അപ്പോൾ നാലാമത്തെ ട്രാൻസാക്ഷൻ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ലെഡ്ജറിൽ. ഇനി അഞ്ചാമത്തെ ട്രാൻസാക്ഷനിലേക്ക് വരാം. ഓപ്പൺ കറന്റ് അക്കൗണ്ട് ഇൻ SBI ബൈ ഡെപ്പോസിറ്റിംഗ് ₹25,000. അവിടെ റിസീവറെ നമ്മൾ ബാങ്കായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഗിവർ എന്താണ്, ക്യാഷ് ആയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ റിസീവറെ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഈ റിസീവർ ആരാണ്, ഇവിടെ ബാങ്കാണ്. ഈ ബാങ്കിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. എങ്ങനെയാണ് ഡെബിറ്റ് ചെയ്യുക, ആ എമൗണ്ടിനെ നമ്മൾ എടുത്തു, എന്ത് ചെയ്തു, 25,000 നമ്മൾ ഡെബിറ്റ് ചെയ്തു. ആരെയാണ് ഡെബിറ്റ് ചെയ്യുന്നത്, ബാങ്കിനെയാണ് ഡെബിറ്റ് ചെയ്യുന്നത്. ഇനി എന്താണ്, അക്കൗണ്ട് ഡെപ്റ്റർ ടു ആരിനെ ക്രെഡിറ്റ് ചെയ്യണം, നമ്മളുടെ ഗിവറെ നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ആരാണ് നമ്മളുടെ ഗിവർ എന്ന് പറയുന്നത് ക്യാഷാണ്. ആ ക്യാഷിനെ നമ്മൾ എന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തു. ക്യാഷിനെ നമ്മൾ എന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തു. നമ്മളിവിടെ പറഞ്ഞു കൊടുത്തു, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു, ബാങ്കിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു. ബാങ്കിനെ ഡെബിറ്റ് ചെയ്യാൻ കാരണം ബാങ്ക് റിസീവറാണ്. ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യാൻ കാരണം ക്യാഷ് ഗിവറാണ്. ബാങ്കിനെ റിസീവർ ബാങ്ക് ആകുമ്പോൾ ബാങ്കിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. ഓക്കെ. ഇനി അടുത്ത ആറാമത്തെ ട്രാൻസാക്ഷൻ നോക്കാം. റിസീവ്ഡ് ചെക്ക് ഫ്രം കൽപ്പന ₹12,000. അപ്പോൾ ഇവിടെ ആരാണ്, ബാങ്കാണ് റിസീവർ. ബാങ്കിനെ നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഡെബിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഡെബിറ്റ് കോളത്തിൽ എമൗണ്ട് എഴുതുക. എന്നിട്ട് ആരെയാണോ ഡെബിറ്റ് ചെയ്യുന്നത് അതിനെ നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുക്കുക. ബാങ്കിനെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഡെബിറ്റ് ചെയ്യേണ്ടത്. കാരണം ബാങ്കാണ് ഇവിടുത്തെ റിസീവർ. ഇനി നമ്മൾ എന്ത് പറഞ്ഞു, അക്കൗണ്ട് ഡെപ്റ്റർ ടു ആരിനെയാണ് നമ്മളിവിടെ ക്രെഡിറ്റ് ചെയ്യേണ്ടത്, കൽപ്പനയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. കാരണം കൽപ്പനയാണ് എന്ത്, ഗിവറായിട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കൽപ്പനയെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, ക്രെഡിറ്റ് റെക്കോർഡ് ചെയ്യപ്പെട്ടു. ഇതാ കൽപ്പനയെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. ബാങ്കിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ബാങ്ക് എന്ന് പറയുന്നത് റിസീവറാണ്. റിസീവറിനെ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. കൽപ്പന എന്ന് പറയുന്നത് ആരാണ്, ഗിവറാണ്. ഗിവറെ നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ക്രെഡിറ്റ് ചെയ്യേണ്ടതും ഡെബിറ്റ് ചെയ്യേണ്ടതും എല്ലാവർക്കും മനസ്സിലായി എന്ന് തോന്നുന്നു. ഇനി ഏഴാമത്തെ ട്രാൻസാക്ഷൻ നിങ്ങൾ പറയുക, എന്താണ് ഏഴാമത്തെ ട്രാൻസാക്ഷൻ, എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് പറയാ. യെസ്, ആദ്യം എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, യെസ് എക്സാക്ട്ലി നമ്മളുടെ കോളത്തിൽ നിന്ന് കോപ്പി ചെയ്യുക. എന്താണോ എമൗണ്ട്, ആ എമൗണ്ടിനെ നമ്മൾ ആദ്യം ഡെബിറ്റ് സൈഡിൽ എഴുതുക. കാരണം ആദ്യം ഡെബിറ്റാണ് ചെയ്യേണ്ടത്. എന്നിട്ട് നോക്കുക ആരെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, ബാങ്കിനെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. ആ ബാങ്കിനെ നമ്മൾ എന്ത് ചെയ്തു, ഡെബിറ്റ് ചെയ്തു. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ 19,000 കാണിച്ചു. ഇനി എന്താണ്, ആരിനെയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്, ഗിവറെ ക്രെഡിറ്റ് ചെയ്യണല്ലേ. ആരാണ് ഗിവർ, ഇവിടെ ഗിവർ ആരാണ്, മീനയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, മീനയെ ക്രെഡിറ്റ് ചെയ്യുക. മീനയെ ഞാൻ എന്ത് പറഞ്ഞു, ക്രെഡിറ്റ് ചെയ്തു. ഇതുവരെ ക്രെഡിറ്റ് കാണിച്ചിട്ടില്ല, ക്രെഡിറ്റ് സൈഡിൽ എഴുതിയിട്ടില്ല. അപ്പം മീന ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ എന്നറിയില്ല. നമ്മൾ ഇവിടെ എഴുതിയാൽ മാത്രമേ ഉള്ളൂ മീന ക്രെഡിറ്റ് ആകുക, അല്ലെങ്കിൽ മീന ക്രെഡിറ്റ് ആവില്ല. പിന്നെന്താണ്, ഈ താഴെ എഴുതി കഴിഞ്ഞാലും അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് ഇത് ക്രെഡിറ്റിലേക്ക് പോകുന്ന സാധനമാണ് ആണെന്നാണ്. അപ്പോൾ ഇപ്പോഴാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അത് കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്തു, ബാങ്കിനെ നമ്മൾ എന്ത് ചെയ്തു, ഡെബിറ്റ് ചെയ്തു. മീനയെ ക്രെഡിറ്റ് ചെയ്തു. മീനയെ ക്രെഡിറ്റ് ചെയ്യാനുള്ള കാരണം മീന ഗിവറാണ്. ഗിവറാണെങ്കിൽ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ബാങ്കിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. ബാങ്കിനെ ഡെബിറ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്, ബാങ്ക് റിസീവറാണ്. റിസീവറിനെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. വളരെ ഈസിയാണ്, വളരെ ഈസിയാണ്. ഈ രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് എന്താണ്, എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നല്ലൊരു അക്കൗണ്ട് ആകാൻ വേണ്ടി പറ്റും. അടുത്ത ട്രാൻസാക്ഷൻ നമുക്ക് നോക്കാം. എന്താണ്, റിസീവ്ഡ് ആൻ എമൗണ്ട് ഓഫ് ₹16,000 ഫ്രം റാം. അപ്പോൾ എന്താണ്, ഒന്നും നോക്കാനില്ല, ജസ്റ്റ് അത് കോപ്പി ചെയ്തു. നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതുക. വേറൊന്നും നോക്കണ്ട. അവിടെ ആരാണ് റിസീവർ, ആരാണ് നോക്കുക, ആ റിസീവറുടെ പേര് ഇവിടെ എഴുതുക. ഇനി എന്താണ്, 2 എഴുതി. നമുക്ക് എന്താണ്, ഗിവറെ ക്രെഡിറ്റ് ചെയ്യണം അല്ലേ. ആരാണ് ഇവിടെ ഗിവർ, റാമാണ് ഇവിടെ ഗിവർ. റാമിന് നമ്മൾ എന്ത് ചെയ്തു, ക്രെഡിറ്റ് സൈഡിലേക്ക് എഴുതാൻ പോവുകയാണ്. ഇപ്പോൾ എന്ത് ചെയ്തു, റാമിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ഇനി നമ്മളെന്താണ്, നമ്മളെ അതിനൊരു റൂളുണ്ട്, ഒരു സിൻടാക്സ് ഉണ്ട്, ഒരു രീതിയുണ്ട്. ആ രീതിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, അക്കൗണ്ട് ഡെപ്റ്റർ എന്ന് കാണിച്ചു. ഇനി 9ാമത്തെ ട്രാൻസാക്ഷൻ എന്താണ്, 9ാമത്തെ ട്രാൻസാക്ഷൻ, പെയ്ഡ് അവർ ക്രെഡിറ്റർ രാജു. നമ്മൾ പൈസ കൊടുക്കാനുള്ള രാജുവിന് 2,500 രൂപ ക്യാഷ് ആയിട്ട് നമ്മൾ കൊടുത്തു.
അപ്പോൾ റിസീവറെ നമ്മൾ കണ്ടു രാജു ആണ്. രാജുവിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്തു? രാജുവിനെ ഡെബിറ്റ് ചെയ്തു. ഇവിടെ നമ്മൾ എന്ത് പറഞ്ഞു? രാജു എന്ന് പറഞ്ഞു. രാജുവിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു. രാജു അക്കൗണ്ട് രാജു അക്കൗണ്ട് ഡെപ്റ്റർ നമ്മളെന്താണ് ഇവിടെ 2 പറഞ്ഞു. 2 പറഞ്ഞിട്ട് എന്താണ്? ആരെയാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത്? ഗിവറെയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ഗിവർ എന്ന് പറയുന്നത് എന്താണ്? ക്യാഷാണ്. ക്യാഷിന് നമ്മൾ എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്യണം. എങ്ങനെയാണ് ക്രെഡിറ്റ് ചെയ്യുക? സെയിം എമൗണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ എഴുതി കൊടുത്തു. അപ്പോൾ എന്താണ്? രാജുവിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുകയും ഗിവറായ ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്തു. ഓക്കെ ഗായ്സ്, അപ്പോൾ എന്താണ് ലാസ്റ്റ് ട്രാൻസാക്ഷൻ? പെയ്ഡ് ചെക്ക് ഫോർ ₹6,000 ടു സഞ്ജു ഇലക്ട്രോണിക്സ്. അപ്പോൾ എന്താണ് നമ്മളുടെ ലാസ്റ്റ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്? ഡെബിറ്റ് ദ റിസീവർ ക്രെഡിറ്റ് ദ ഗീവർ എന്ന കോൺസെപ്റ്റിൽ നമ്മൾ എന്താണ്? നമുക്കിവിടെ റിസീവർ അറിയാം. ആരാണ് റിസീവർ? സഞ്ജു ആണ് റിസീവർ. അപ്പോൾ റിസീവർ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഡെബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? എമൗണ്ട് ഡെബിറ്റ് സൈഡിൽ എഴുതി. ആരെയാണോ ഡെബിറ്റ് ചെയ്യേണ്ടത്? സഞ്ജുവിനെയാണ് നമുക്ക് ഡെബിറ്റ് ചെയ്യേണ്ടത്. ആ സഞ്ജുവിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡെബിറ്റ് കോളത്തിൽ എഴുതിയിട്ടുണ്ട്. ഇനി എന്താണ്? അക്കൗണ്ട് അതിൻ്റെ ഫോർമാറ്റ് അങ്ങനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഫോളോ ചെയ്യുക. സഞ്ജു അക്കൗണ്ട് ഡെപ്റ്റർ 2 എന്ന് പറഞ്ഞു. ഡെപ്റ്റർ 2 പറഞ്ഞിട്ട് എന്തിനെയാണ്? ഗിവറെയാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ആ ഗിവറെ നമ്മൾ എന്ത് പറഞ്ഞു? ഇവിടെ ബാങ്ക് എന്ന് പറഞ്ഞു. ഇനി എന്താണ്? ഇപ്പോഴും റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ല. നമ്മൾ എന്ത് ചെയ്തു? അതിനെ ഇപ്പം എന്തായി? ബാങ്ക് ക്രെഡിറ്റ് ചെയ്യപ്പെട്ടു. ഇപ്പം എന്ത് ചെയ്തു? ബാങ്കിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു, സഞ്ജുവിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു. ഓക്കെ, ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റത്തെ ഗോൾഡൻ റൂളായ ഡെബിറ്റ് ദ റിസീവർ ക്രെഡിറ്റ് ദ ഗീവർ എന്ന് പറയുന്ന പേഴ്സണൽ എന്താണ്? പേഴ്സണൽ എവിടെ ആ പേഴ്സണൽ അക്കൗണ്ട്സിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആ ഗോൾഡൻ റൂൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇനി എന്താണ്? അടുത്ത ക്ലാസ്സിൽ അടുത്ത ഗോൾഡൻ റൂളായ നോമിനൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് എന്ന റൂൾ നമ്മൾ അപ്ലൈ ചെയ്യും. അതിനും നമ്മൾ ഇതുപോലെ പഠിച്ച് കഴിഞ്ഞതിന് ശേഷം ഗിവറെയും റിസീവറെയും പഠിച്ച് കഴിഞ്ഞതിന് ശേഷം സെയിം ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ആ ഗോൾഡൻ റൂളും അപ്ലൈ ചെയ്യും. അപ്പോൾ അത് അപ്ലൈ ചെയ്യുന്നവർക്ക് ഇതുവരെയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് നിങ്ങൾ എന്താണ് അസൈൻമെൻ്റ് ആയിട്ട് പെന്നും പേപ്പറും എടുത്ത് ചെയ്ത് തന്നെ പഠിക്കണം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വീഡിയോയിൽ വരിക, ചോദിക്കുക, കമൻ്റ് ഇടുക, കമൻറ്റിൽ ചോദിക്കുക, ആൻസർ തരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ. ഗുഡ് ബൈ.